ഇറാഖിൽ വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് ഇറാഖിന്റെ വടക്കൻ മേഖലയിൽ, പ്രത്യേകിച്ച് ഇറാഖിലെ ഇർബിൽ മേഖല കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഇർബിലിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ടു 2 തവണ എന്ന് നേരത്തെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ സൈനികർ തമ്പടിച്ചിരിക്കുന്ന കുർദിഷ് മേഖലയായ ഇർബിലിലേക്ക് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. അതിന്റെ സൂചനകൾ എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ സൗദിയിലെ ഓയിൽ റിഫൈനറി അരാംകോയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു. പി ജെയിംസ്, 2 കാര്യങ്ങൾ. ഒന്ന്, ഇറാഖിൽ ഇറാന്റെ ആക്രമണം നടക്കുന്നു. അത് വളരെ ടാർഗറ്റഡ് ആണ്. കാരണം ഇർബിൽ അന്താരാഷ്ട്ര വിമാനത്താവളം 2 തവണ ഇറാൻ ലക്ഷ്യമിട്ടിരുന്നു എന്ന് അൽ ജസീറ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അവിടേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്നലെ ഇറാൻ അവകാശപ്പെട്ടുകൊണ്ടേയിരുന്നത് അല്ലെങ്കിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നത് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിനും ഒക്കെ സൈനിക താവളങ്ങളാണ്, അവിടുത്തെ സൈന്യത്തെയാണ്, അല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഞങ്ങൾക്കില്ല എന്നാണ്. പക്ഷെ അതിൽ നിന്ന് വിപരീതമായി സൗദിയെ പ്രകോപിപ്പിക്കും വിധം അവിടുത്തെ ഓയിൽ റിഫൈനറി അരാംകോയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു. എന്താണ് ഈ ഒരു സ്ട്രാറ്റജി മാറ്റിയിരിക്കുന്നു ഇറാൻ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ ഇതൊരു അബദ്ധത്തിൽ സംഭവിക്കുന്നതാണ്? ഗോപി, ഇത് വളരെ വ്യക്തവും സുചിന്തിതവുമായിട്ടുള്ള ആക്രമണമാണ്. കാരണം US-ന്റെ സേനാ താവളങ്ങളെ മാത്രമേ ടാർഗറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി അമേരിക്കയെയും അതുപോലെ ഇസ്രായേലിനെയും സമ്മർദ്ദത്തിലാഴ്ത്താൻ അറബ് രാജ്യങ്ങളെ രംഗത്തിറക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഗോപി ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ ഇതില് ഇസ്രായേൽ ഗസ യുദ്ധത്തിന്റെ സമയത്ത്, അതുപോലെ തന്നെ ഈ യമനിലെ യുദ്ധസമയത്തും ഈ അറാംകോയ്ക്ക് നേരെ, പ്രത്യേകിച്ച് യമനിലെ യുദ്ധത്തിന്റെ സമയത്താണ് ഹൂതികൾ അറാംകോയിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ടാർഗറ്റ് ചെയ്തിരുന്നു. അവിടെ എണ്ണപ്പാടങ്ങളിൽ മിസൈലുകൾ പതിച്ചതിൻ്റെ ഇത് വന്നിരുന്നു. സൗദിയെ ആ യമനിൻ്റെ യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയും സൗദിക്കെതിരെയുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു അത്. ഈ രീതിയിൽ തന്നെ ഇപ്പോൾ ഹൂതികൾ എന്ന് പറയുന്നത് ഇറാൻ്റെ പ്രോക്സിയാണ്. ഇറാൻ അറിയാം, അവിടുത്തെ സൗദി ആണ് എണ്ണ ഇതിലെ ഉൽപ്പാദനത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. അറാംകോ ആണ് അവിടുത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദനത്തിന്റെ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അറാംകോയെ ലക്ഷ്യം വെക്കുന്നതോടെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് അറിയപ്പെടുന്ന സൗദി അറേബ്യയെ സമ്മർദ്ദത്തിലാക്കുക എന്ന് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ആ വിഷ്വൽസ് ഇപ്പൊ നമ്മൾ കാണുന്ന സൗദിയിലെ വിഷ്വൽസ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൗദിയിലെ വിഷ്വൽസ് ആണ്. അപ്പൊ ഇത് അറാംകോ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന, പെട്രോളും ഡീസലും ലോകത്തിലേക്ക് കയറ്റി അയക്കുന്ന കമ്പനിക്ക് മേലാണ്, ഓയിൽ റിഫൈനറിക്ക് മേലാണ് ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇത് വലിയൊരു തരത്തിൽ ഇതൊരു സൂചനയാണ്. ഇറാൻ പിൻവാങ്ങുന്നില്ല, നിങ്ങൾ അമേരിക്കയെയും ഇസ്രായേലിനെയും പിൻവാങ്ങിപ്പിച്ചോളൂ. ഇസ്രായേലിന് ഒരുപക്ഷെ സൗദിക്ക് അത്രയും സ്വാധീനിക്കാൻ കഴിയില്ല. സൗദിയിലെ അരാംകോയിലെ ഈ ആക്രമണം ഗോപി പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ ചോദിച്ചതുപോലെ, ഇറാന്റെ ഒരു നയം മാറ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തീവ്ര നേതാക്കൾ അവിടുത്തെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ നേതാക്കളോടൊപ്പം ചേർന്ന് അവിടെ തീവ്ര ലൈനിലേക്ക് മാറിയിരിക്കുന്നു. ഞങ്ങളെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമനിയെയും 48 നേതാക്കളെയും, അതിലെ ഇറാന്റെ ഏറ്റവും ശക്തമായ റവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡറായിട്ടുള്ള മുഹമ്മദ് പാക്പൂർ അടക്കം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ അവരുടെ സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും കൊല ചെയ്യപ്പെട്ട ഒരു സമയത്ത് ഇനി മിതവാദത്തിന് സ്ഥാനമില്ല, ഡു ഓർ ഡൈ എന്നുള്ള രീതിയിലേക്ക് അവരുടെ നിലപാട് മാറുന്നു. ഇതൊരു അപകടകരമായ സിറ്റുവേഷനാണ് ഗോപി. ഞാൻ ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, മിസൈൽ വേദ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ കാണുന്നത് വലിയൊരു പ്രഷർ അറബ് രാജ്യങ്ങളുടെ മേൽ ചുമത്താനായി ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ കാണുന്നത്. കാരണം അവർ ലൈൻ മാറ്റിയിരിക്കുന്നു. പെട്ടെന്ന് കയറി അമേരിക്കയുമായി ബന്ധമുള്ള രാജ്യങ്ങളിലേക്ക് മുഴുവൻ അടിക്കുകയാണ്. പക്ഷെ ഇതിലുണ്ടാവാൻ പോകുന്നൊരു അപകടം, ഇറാൻ ഇതിൽ ഒറ്റപ്പെടാൻ പോവുകയാണ്. കാരണം ഇതുവരെ ഇവരൊക്കെ തിരിച്ചടിച്ചിട്ടില്ല. ഇപ്പൊ ഖത്തറിന്റെ ആർമി പറഞ്ഞിരിക്കുന്നത് അവർ റെഡിയാണ് അടിക്കാനായിട്ട്. ഖത്തർ, അതുപോലെ തന്നെ സൗദി അറേബ്യ, അവർക്ക് പാട്രിയോട്ട് മിസൈൽ സിസ്റ്റവും F-സീരീസിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ, ഇറാന് സ്വപ്നം കാണാൻ പറ്റാത്ത യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ ഒക്കെ അവരുടെ കയ്യിലുണ്ട്, സൗദിയുടെ കയ്യിൽ, UAE-യുടെ കയ്യിൽ, കുവൈറ്റിന്റെ ഒപ്പം. അപ്പൊ ഈ രാജ്യങ്ങളൊക്കെ സംയുക്തമായി ഇറാനെ ആക്രമിക്കാൻ കൂടി തീരുമാനിച്ചാൽ അമേരിക്കയും ഇസ്രായേലും എന്താഗ്രഹിച്ചോ ആ ട്രാപ്പിൽ വന്ന് ഇറാൻ വീഴുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇറാൻ ശരിക്കും പറഞ്ഞാൽ തീ കൊണ്ട് കളിക്കുകയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഈ അമേരിക്കയുടെ സൈനിക നീക്കം, ഈ ആക്രമണമൊക്കെ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന ഒരു രാജ്യം ചൈനയാണ്. കാരണം ചൈനയുടെ ഇന്ധന വിതരണ ശൃംഖലയാകെ തകരാറിലാവുകയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വിതരണക്കാരാണ് ഇറാൻ, മറ്റൊരാളായിരുന്നു വെനസ്വേല. 2 ഇടങ്ങളിലും ഈ അമേരിക്കയുടെ ആക്രമണം
വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. പക്ഷേ ചൈനയുടെ സാമ്പത്തിക ഭദ്രതയെ കൂടി ദോഷമായി ബാധിക്കുന്നു. ഇതിന്റെ ഒരു ഇൽ ഇഫക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് ചൈനയ്ക്കായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.